ഇസ്രായേൽ ആക്രമണങ്ങളിൽ തകർന്ന ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങൾ ഇറാൻ പുനഃസ്ഥാപിക്കുന്നതായിട്ടുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്ത്. വീണ്ടും ഒരു സംഘർഷമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഇറാൻ എന്നതിന്റെ സൂചനകളാണ് ഇതെന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. താൽക്കാലിക വെടിനിർത്തലിനിടെ ഇറാൻ ഭൂഗർഭ മിസൈൽ ബേസുകൾ വീണ്ടും തുറക്കുന്നതായി സൂചിപ്പിച്ച് ഉപഗ്രഹ ചിത്രങ്ങൾ. നിരന്തരമായ ആക്രമണങ്ങൾക്കിടയിലും ഇത്തരം കേന്ദ്രങ്ങൾ ഇറാൻ പുനരാരംഭിക്കുന്നതായി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തു. 6 ആഴ്ചകളോളം നീണ്ട കനത്ത ബോംബാക്രമണത്തിലൂടെ തുരങ്കങ്ങളുടെ പ്രവേശന കവാടങ്ങൾ അടച്ചിടാൻ എതിർനിര ശ്രമിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ യുദ്ധം താൽക്കാലികമായി നിർത്തിവെച്ച സമയം ഇറാൻ ഈ സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനം പുനഃസ്ഥാപിക്കാൻ ഉപയോഗിക്കുകയാണ്. പുതിയ രഹസ്യാന്വേഷണ കണ്ടെത്തലുകൾ പ്രകാരം ഇറാൻ കേടുവന്ന മിസൈൽ ബങ്കറുകൾ വളരെ വേഗത്തിൽ കേടുപാടുകൾ തീർക്കുകയാണ്. ചില സന്ദർഭങ്ങളിൽ ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യുഎസിന്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയതായി കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ ഇറാൻ ഇപ്പോഴും ഒരു വലിയ മിസൈൽ ശേഖരം നിലനിർത്തുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ കേന്ദ്രങ്ങളിൽ ചിലത് ഗ്രാനൈറ്റ് പർവ്വതങ്ങൾക്ക് ഉള്ളിലായി നിർമ്മിച്ചിരിക്കുന്നതിനാൽ സാധാരണ ബങ്കർ തകർക്കുന്ന ആയുധങ്ങളെ പ്രതിരോധിക്കാൻ ഇവയ്ക്ക് കഴിയും. ഈ ഭൂഗർഭ ശൃംഖലകളിൽ സംഭരണ സ്ഥലങ്ങൾ, വിക്ഷേപണ കേന്ദ്രങ്ങൾ, മറഞ്ഞിരിക്കുന്ന പുറത്തുകടക്കാനുള്ള വഴികൾ എന്നിവ ബന്ധിപ്പിക്കുന്ന തുരങ്കങ്ങൾ ഉൾപ്പെടുന്നു. കൂടാതെ ഇറാൻ മൊബൈൽ ലോഞ്ച് സംവിധാനങ്ങളും വികസിപ്പിച്ചിട്ടുണ്ട്. അവ വേഗത്തിൽ വിന്യസിക്കാനും പിൻവലിക്കാനും കഴിയും. ഇത് അവയെ കണ്ടെത്താനും നശിപ്പിക്കാനുമുള്ള ശ്രമങ്ങളെ സങ്കീർണമാക്കുന്നു. നിരവധി ലോഞ്ചറുകൾ നശിപ്പിക്കപ്പെട്ടതായി യുഎസ് ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നെങ്കിലും യഥാർത്ഥ നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്നു. ഇറാൻ വ്യാജമായ വിക്ഷേപണ സംവിധാനങ്ങളും മറഞ്ഞിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളും ഉപയോഗിക്കുന്നതിനാൽ കൃത്യമായ പരിശോധനയോ വിലയിരുത്തലോ ബുദ്ധിമുട്ടാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പ്രാരംഭതലത്തിൽ നിന്നും മിസൈൽ വിക്ഷേപണങ്ങൾ കുറഞ്ഞെങ്കിലും അവ ഇപ്പോഴും തുടരുന്നുണ്ട്. ഡസൻ കണക്കിന് മിസൈലുകൾ ഇടയ്ക്കിടെ വിക്ഷേപിക്കുന്നു. ഇറാൻ ദിവസവും 50 മുതൽ 100 വരെ ഡ്രോണുകൾ മേഖലയിലുടനീളം വിന്യസിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇവയിൽ ഭൂരിഭാഗവും തടയപ്പെടുന്നു. ദീർഘകാല സംഘർഷം നിലനിർത്താനും യുദ്ധാനന്തര ചർച്ചകളിൽ സ്വാധീനം ചെലുത്താനും പ്രധാനപ്പെട്ട മിസൈൽ ശേഷികൾ സംരക്ഷിക്കുക എന്നതുമാണ് ഇറാന്റെ തന്ത്രമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വളരെ ആഴത്തിൽ മറഞ്ഞിരിക്കുന്ന കേന്ദ്രങ്ങളെ നശിപ്പിക്കാൻ ആവർത്തിച്ചുള്ള കൃത്യമായ ആക്രമണങ്ങളും തുടർച്ചയായ പ്രവർത്തനങ്ങളും ആവശ്യമാണെന്ന് വിദഗ്ധർ പറയുന്നു. പ്രത്യേകിച്ചും ഇറാന്റെ ഭൂഗർഭ കേന്ദ്രങ്ങളുടെ വിപുലമായ ശൃംഖല കണക്കിലെടുക്കുമ്പോൾ പർവ്വത പ്രദേശങ്ങളുടെ ഉപയോഗം കൂടുതൽ സംരക്ഷണം നൽകുന്നു. കട്ടിയുള്ള പാറകളുടെ പ്രതിരോധം ശക്തമായ പരമ്പരാഗത ആയുധങ്ങളുടെ ഫലപ്രാപ്തിയെ ഗണ്യമായി കുറയ്ക്കുന്നു. ഇറാന്റെ വിശാലമായ ഭൂമിശാസ്ത്രവും മറഞ്ഞിരിക്കുന്ന മിസൈൽ നഗരങ്ങളുടെ ശൃംഖലകളുടെയും ഫലമായി അവശേഷിക്കുന്ന ലോഞ്ച് സംവിധാനങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾക്ക് കാര്യമായ ഫലം ലഭിക്കുന്നില്ലെന്ന് സൈനിക വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. യുഎസ് വ്യോമാധിപത്യം നിലനിർത്തുന്നുണ്ടെങ്കിലും ഇറാന്റെ ശേഷികൾ പൂർണ്ണമായും നിർവീര്യമാക്കപ്പെട്ടിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.